ഇന്ന് നമ്മൾ കുറച്ച് അട ഉണ്ടാക്കാൻ പോകണേ. ഈ അടയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറച്ച് പഴുത്ത ചക്കയുണ്ട്, കുറച്ച് പഴമുണ്ട്, നന്നായിട്ട് പഴുത്ത ചെറുപഴം, പിന്നെ പിന്നെന്തുവാണ് ഓട്സ് ഇട്ടിട്ടുള്ള അടയാണ് കേട്ടോ. ഓട്സ് നന്നായിട്ട് പൊടിച്ചിട്ട് മിക്സ് ചെയ്തേക്കുന്നത്. പിന്നെ കുറച്ച് പച്ചരിയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇട്ടേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടില്ലേ, ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ച ഈ ചുക്ക് കാപ്പിയുടെ ഈ സംഭവമില്ലേ, ഈ സംഭവം നമ്മളിങ്ങനെ ബട്ടറിൽ അലിയിച്ചെടുക്കും. നോർമൽ അൺസോൾട്ടഡ് ബട്ടർ കിട്ടില്ലേ, അത് നമ്മൾ ചട്ടിക്കകത്ത് ഇട്ടിട്ട് അത് ഇതും കൂടി അതിനകത്തിട്ടിട്ട് നന്നായിട്ട് കുറുക്കി എടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന പൊടിയുണ്ടല്ലോ, ഓട്സ്, മറ്റേ ചക്ക, പഴുത്ത പഴം, ഇതെല്ലാം കൂടി മിക്സ് എല്ലാം കൂടി അതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് വരട്ടിയെടുക്കുക. അങ്ങനെ വരട്ടിയെടുത്തിട്ടുള്ളതാണിത്. ഇങ്ങനെ ഇരിക്കുകയുള്ളൂ. ജസ്റ്റ് ഭയങ്കര ശർക്കര വരട്ടുന്ന പോലെ അങ്ങനെ വരട്ടിയെടുക്കണ്ട. ഇത് ഒരു 2 പീസ് ഞാൻ ഇട്ടിട്ടുള്ളൂ, ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ളത്. പിന്നെ എക്സ്ട്രാ ഏലക്ക സംഭവങ്ങളൊന്നും ആഡ് ചെയ്തിട്ടോ, ജീരകം മാത്രം കുറച്ച് എക്സ്ട്രാ ഇട്ട് അതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മളിപ്പം ഈ ഓരോരോ ഇലയിലേക്ക് എടുത്ത് വെച്ച് ഉണ്ടാക്കാൻ പോകണേ. കുറേശ്ശെ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല സത്യം പറഞ്ഞാൽ. ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഇത് ഓട്സ് കൊണ്ടുള്ള അടയാണ്. കുറേശ്ശെ വെച്ചിട്ട് എനിക്ക് അട ഉണ്ടാക്കി അത്ര വലിയ പരിചയമൊന്നുമില്ല, ബട്ട് നമ്മൾ നോക്കാൻ ട്രൈ ചെയ്യാം. ഓട്സ് കൊണ്ടായതുകൊണ്ട് ഇതെങ്ങനെ വരും, ഇത് പ്രോപ്പർ ഒരു ഷേപ്പിൽ വരുമോ എന്നൊന്നും അറിയില്ല, ബട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. ഇത്രയും മതിയായിരിക്കും അല്ലേ. ഒന്ന് അടച്ച് വെച്ച് ഇത്ര മതിയായിരിക്കും. ഇവിടെ വെക്കാണ്. ചെറിയൊരു അപ്പച്ചമ്പാണ് എടുത്തേക്കണേ. നമ്മൾ ഒത്തിരി ക്വാണ്ടിറ്റി ഉണ്ടാക്കണില്ല. അത് നമ്മൾ ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് എന്തായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും വരുന്നത്. കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റ് വരുള്ളൂ. ബട്ട് കുറച്ച് ഉണ്ടാക്കി നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ബാക്കിയും കൂടി ഉണ്ടാക്കാം. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഓട്സ് കൊണ്ട് ആദ്യമായിട്ട് അട ഉണ്ടാക്കണമെന്ന് തോന്നണേ. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ഞാൻ മിക്സറൊക്കെ ഇതിങ്ങനെ കുഴച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഈ മാവില്ലേ, ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. പച്ചയ്ക്ക് കഴിക്കാനും നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എന്തായാലും അട ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. പിന്നെ ഇത് ചക്കയുടെ പഴം അട അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ചക്കയുണ്ട്, പഴമുണ്ട്, ഓട്സും ഉണ്ട്. പിന്നെ കുറച്ച് മറ്റേ ചെറിയ ജീരകമില്ലേ അത്. പിന്നെ നമ്മളിടുന്ന ഈ ചുക്കാപ്പിയുടെ സംഭവമാണ്. ഇതിനകത്ത് ഏലക്ക മറ്റേ സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ഏലക്ക ഇടണ്ട. പിന്നെ നെയ്യിലായിരുന്നു ശരിക്കും വരട്ടേണ്ടത്, പക്ഷേ നെയ്യ് ഇല്ല. ഇപ്പോൾ ബട്ടറാണ് അവൈലബിൾ ആയിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ ബട്ടറിൽ ചെയ്തു. നിങ്ങൾ നെയ്യ് കൊണ്ടും ട്രൈ ചെയ്ത് നോക്ക്, ബട്ടർ കൊണ്ടും ട്രൈ ചെയ്ത് നോക്ക്. അപ്പം ഞാനിതെല്ലാം കുറേശ്ശെ വെച്ച് ഇത് വെന്ത് കഴിയുമ്പോൾ ഞാൻ പറയാം ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമ്മളിത് ഓരോന്ന് വെച്ചിട്ട്, ഇത് മറ്റേ ആ ചുക്കാപ്പിയുടെ ആ ഒരു കട്ടയില്ലേ, അതിൻ്റെ പൊടിയാതെ കിടക്കുന്ന സംഭവമാണ്. പിന്നെ എന്നിട്ടും എനിക്ക് കുറച്ച് മധുരമാണ് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ഇത്ര വേറെ എക്സ്ട്രാ മധുരം പഞ്ചസാര ഇട്ടില്ല, ശർക്കര ഇട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കൽക്കണ്ട ഇടാം കേട്ടോ. ഇതാണ് നമ്മുടെ കൽക്കണ്ടം. ഇതുണ്ടോ, ഞാൻ കൽക്കണ്ടം ഇവിടെ ഇടാൻ വേണ്ടി എടുത്തായിരുന്നു, പക്ഷേ പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ആവശ്യത്തിന് മധുരം ഉണ്ട്. പിന്നെ കൽക്കണ്ടം ഇടേണ്ട ആവശ്യമില്ലല്ലോ. അത്രയും മതിയായിരിക്കും. ഇന്നൊരു വെറൈറ്റി സ്നാക്സ് ആണെന്ന് വിചാരിച്ച്. അപ്പം ഞാനിത് ഫുള്ള് ഉണ്ടാക്കിയിട്ട് ഇത് വെന്ത് കഴിയുമ്പോൾ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാവേ. അപ്പം നമ്മുടെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ പാത്രത്തിലെടുത്ത് വെച്ചേക്കുക. കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് 2 സെറ്റായിട്ട് ഉണ്ടാക്കേണ്ടി വന്നു. ആദ്യത്തെ സെറ്റ് റെഡിയായേ, ഞാൻ കാണിച്ചു തരാം. നോക്ക്, സൂപ്പറായിട്ടുണ്ട് അല്ലേ. ഞാൻ ഒരു ചെറിയ പീസ് കഴിച്ച് നോക്കിയായിരുന്നു, ഒരു ചെറിയ അട. അടിപൊളിയാണ്. നമുക്ക് ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് കഴിക്കാൻ. ഞാൻ ഇന്നിങ്ങനെ കട്ടിയായിട്ട് വരുമല്ലോ എന്നൊക്കെയാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ ഇത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അടുത്ത ഒരു സെറ്റ് ഇതിൽ വെച്ചേക്കാണ്. കണ്ടോ, ഇത് തുറന്നല്ല. കേട്ടോ, ഇത്രയും ഉണ്ടാക്കിയിട്ടുണ്ട്.
ആദ്യത്തെ ഒരു സെറ്റ് കഴിഞ്ഞപ്പോഴേക്കും നല്ല ടേസ്റ്റാണെന്ന് അറിഞ്ഞപ്പോൾ മാവിക്ക് മൊത്തം കൂടി ഉണ്ടാക്കി ഇപ്പോൾ വെച്ചിട്ടുണ്ട്. നമ്മൾ കുഞ്ഞപ്പച്ചമ്പാണിത്. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി സ്നാക്സാണ്. ഡയറ്റിലൊക്കെ ഇരിക്കുന്നവർക്ക് എസ്പെഷ്യലി സ്നാക്സായിട്ട് അടയൊക്കെ വേണമെന്നുള്ളവർക്ക് കഴിക്കാം. ചെറുപഴവും ഓട്സും മാത്രമായാലും കുഴപ്പമില്ല. ചക്കയൊന്നും വേണമെന്നില്ല. ചക്ക ഉള്ളത് കൊണ്ട് ഇച്ചിരി ചക്ക ബാക്കിയുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത് ഇട്ടത്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.